ഹലോ, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തെല്ലോ മിക്സലാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിൽ ഷോപ്പിംഗ് ഉണ്ടാവും, കോളേജിലേക്ക് പോകുന്നുണ്ടാവും, അങ്ങനെയല്ല. ഞാൻ രാവിലെ പെട്ടെന്ന് വിചാരിച്ചു അന്നൊരു വ്ളോഗ് എടുക്കുന്നു. ഞാൻ പി ജി സെക്കൻഡ് ഇയർ ആയിട്ടുള്ള ഫസ്റ്റ് ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എണീച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ആയിട്ട് നമ്മൾ ആ ഇമ്പ്രഷൻ കളയേണ്ട ആവശ്യമില്ലല്ലോ മിസ്സുമാരെ. അപ്പോൾ അതാ ഞാനും അമീഷയും ഉണ്ട്, പിന്നെ ഷാരിക ഉണ്ട് കേട്ടോ. ഷാരിക എൻ്റെ ക്ലാസ്സിലാണ്, അമീഷ പൊളിറ്റിക്സാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നാൾ രാവിലെ തന്നെ കോളേജിലേക്ക് പോലായി. അപ്പോൾ വേറെ എന്താ പറയുക, ഇന്ന് ഷോപ്പിങ്ങിനും കൂടി പോകുന്നുണ്ട് കേട്ടോ വൈകുന്നേരം. അപ്പോൾ അതും കൂടി ചേർത്തുള്ളൊരു വീഡിയോ ആയിരിക്കും, പക്ഷേ ഭയങ്കര ലെങ്ത്ത് കുറവായിരിക്കും. ഞാൻ അങ്ങനെ എല്ലാം കൂടി ഒന്നും എടുത്തിട്ടില്ല, ഇവിടെ കാണുന്നതെല്ലാം എടുത്തു. അപ്പോൾ അങ്ങനെ പൊളിറ്റിക്സിലേക്ക് ഇവൾ കയറിപ്പോയി. അമീഷ പൊളിറ്റിക്സിലാണ് അവൾ ക്ലാസ്സിൽ. പിന്നെ ഞാൻ നേരെ എൻ്റെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. അപ്പോൾ പി ജി സെക്കൻഡ് ഇയർ ആയിട്ടും സെയിം ക്ലാസ്സിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കാരണം കഴിഞ്ഞോളം സീനിയേഴ്സ് അവർക്ക് ആ ക്ലാസ്സിന് ഇഷ്ടമായതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഫസ്റ്റ് പി ജിന്ന് മാറിയിട്ടില്ല. അവർ ആടെ തന്നെയാണ് സെക്കൻഡ് ഇയർ ഇരുന്നത്, ഫസ്റ്റ് ഇയർ ഇരുന്നത്. പക്ഷേ നമ്മളും ഫസ്റ്റ് ഇയർ ഇരുന്നതും സെക്കൻഡ് ഇയർ ഇരുന്നതും ഒരേ ക്ലാസ്സിലാണ് കേട്ടോ. ഇപ്പോഴും ഒരു മാറ്റമില്ല. പിന്നെ ഏതാ എല്ലാവരെയും കണ്ടു, കുറേ നാൾ ശേഷം എക്സാമിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരെയും കണ്ടു, വർത്താനെല്ലാം പറഞ്ഞ് അങ്ങനെ ഒരു ഉച്ച വരെ ഇരുന്നിട്ടു കേട്ടോ. അതിന് 2 പീരീഡ് ഉണ്ടായിരുന്നു, 3 പീരീഡ് ടോട്ടലുണ്ട്, പക്ഷേ 2 പീരീഡ് ഇരുന്നിട്ടു. പിന്നെ ഫുഡ് ഹോസ്റ്റലിൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പൻ ഇറങ്ങി. അമീഷ വിളിക്കുന്നുണ്ട്, വേഗം വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് അവരൊപ്പം ഫുഡെല്ലാം കഴിക്കൂട്ടോ. അവർ വീട്ടിൽ നിന്ന് ഫുഡെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടാവും, അപ്പോൾ അവർ എനിക്കും തരും. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് കഴിക്കൽ. ഇപ്പോൾ ഹോസ്റ്റലിൽ വന്നിട്ട് ഒരു ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം കുറച്ച് സാധനം മേടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈകുന്നേരം ഒരു 5:30 ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ബ്രോഡ്വേയിലേക്കാണ് കേട്ടോ പോലും. നമ്മൾ അധികം സാധനം മേടിക്കുന്നത് നമ്മൾ എന്തായാലും ബ്രോഡ്വേയിലേക്കായിരിക്കും പോവുക. അവിടെ കുറേ പീഡിയലുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്കാണ് പോലെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ 4 ആളുണ്ട് കേട്ടോ ബ്രോഡ്വേയിൽ പോകാൻ. എല്ലാവർക്കും സാധനം മേടിക്കാണ്ടാന്ന് എല്ലാവരും ഒന്നിച്ച് പോകുന്നത്, അല്ലെങ്കിൽ ഞാനും റൗഹി ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഇവരും കൂടി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോലായി. കുറച്ച് നടക്കാനുണ്ട് ബ്രോഡ്വേയിലേക്ക്. അപ്പോൾ അങ്ങനെ നടക്കുന്നതാണ്. പിന്നെ മഴയൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ച് നല്ല കാലാവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞത് നമ്മളെ ബ്രോഡ്വേയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സാധനം എന്ന് വെച്ചാൽ അല്ലറച്ചില്ലറ കുറച്ച് സാധനം. വീട്ടിൽ നിന്ന് വന്നിട്ട് വെക്കേഷനെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എക്സാം തുടങ്ങിയിട്ട് ജൂൺ മൊത്തം എക്സാമാണ് ഉണ്ടായത്. പിന്നെ ജൂൺ 1 മുതൽ ലാസ്റ്റ് വരെ എക്സാം ആയതുകൊണ്ട് ഏടി നമുക്ക് പോകാനും പറ്റിയിട്ടില്ല, ഒന്നും മേടിക്കാനും പറ്റില്ല. അതുകൊണ്ട് സാധനം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ കുറച്ചുകൂടി ലേറ്റ് ആയിപ്പോയി. പക്ഷേ ഇന്നാണ് ഞങ്ങൾ വന്നത്. പിന്നെ നേരെ പോയത് ഒരു ചെരുപ്പിൻ്റെ പീടിയിലേക്കാണ് കേട്ടോ. ചെരുപ്പില്ല എന്ന് പറഞ്ഞാൽ ചെരുപ്പില്ല. ജൂൺ എക്സാം തുടങ്ങുമ്പോഴേ എനിക്ക് ചെരുപ്പില്ല, പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്ന്. വേറെ എവിടെ പോകേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ലല്ലോ, കോളേജിലേക്ക് പോകുന്ന എക്സാം ചെയ്ത് വരുന്നത് അങ്ങനെയല്ലേ. അതുകൊണ്ട് ഇന്ന് ചെരുപ്പ് മേടിക്കാനാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഫുൾ കുറേ ചെരുപ്പിൻ്റെ പിടിയുണ്ട് കേട്ടോ. ബ്രോഡ്വേയിൽ കുറേ ചെരുപ്പിൻ്റെ പിടിയിലുണ്ട്. അപ്പോൾ എല്ലാത്തിലും കയറി നോക്കിയിട്ട് വേണം നമ്മളൊന്ന് തിരഞ്ഞെടുക്കുക. കാരണം ഒന്നിൽ കയറിയിട്ട് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ഒരു പീടിയിൽ പോയിട്ട് ഒരു ചെരുപ്പ് അവർ കാണിച്ചാൽ അവർ പറയും നല്ല രസം നിൽക്ക് ചേരും. അവർ പറഞ്ഞിട്ട് ഞാനത് ചിലപ്പോൾ ഇഷ്ടപ്പെടും. പക്ഷേ റൂമിലെത്തിയിട്ട് വിചാരിക്കും അയ്യോ അത് മേടിക്കണ്ടായിരുന്നു, ഞാൻ എന്തിനാ അത് മേടിച്ചെന്ന് എന്നിട്ട് റിഗ്രറ്റ് അടിക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ച് ഞാൻ നല്ല ഫുൾ സെർച്ച് ചെയ്തിട്ട് ഞാൻ മേടിക്കുന്നില്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്നതാണ്. ഇനി ഇതാണ് സർപ്ലസ് എന്ന് പറയുന്നത്. സർപ്ലസ് ഇതിൻ്റെ മുകളിലാണ്. സർപ്ലസ് പോയിട്ട് ഒന്നും കിട്ടിയില്ല ഗൈസ്. അവിടെ എന്ന് പറഞ്ഞാൽ 1 kg ഡ്രസ്സിന് 1 കിലോക്ക് അനുസരിച്ചിട്ടാണ് അവിടെ പൈസ എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാ സാധനമെല്ലാം മേടിച്ചിട്ട് സർപ്ലസ് ഒന്നും മേടിച്ചിട്ട് കേട്ടോ, വേറൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. കുറച്ച് ചെരുപ്പ് മേടിച്ചിന്, പിന്നെ വേറെ എന്തെല്ലാം മേടിച്ചിന്. അങ്ങനെ അതെല്ലാം മേടിച്ചിട്ട് നേരെ നമ്മൾ ഹോസ്റ്റലിലേക്ക് കിടക്കലേ. അപ്പോഴത്തേക്കിന് ഒരു 6-7 മണി ആയിട്ടുണ്ടായിന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. കുറേ തെണ്ടിന്നല്ലാണ്ട് അങ്ങനെ കുറേ സാധനമൊന്നും മേടിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ നേരെ പോയത് മിൽമയിലേക്കാണ്. മിൽമയിൽ ചായ കുടിക്കാൻ പോയി. വരുന്ന വഴിക്ക് അൻവി പറഞ്ഞു അൻവിക്ക് അവൽ മിൽക്ക് വേണം പറഞ്ഞിട്ട്. അപ്പം ബാക്കിയുള്ളവർക്ക് ചായ കുടിക്കണം, അവൽ മിൽക്ക് അൻവിക്ക് എന്നാണ്. പക്ഷേ എല്ലാ ഭൂരിപക്ഷം നോക്കുമ്പോൾ ചായ ഇതുകൊണ്ട് നമ്മൾ ചായ എല്ലാം കുടിക്കാൻ പോയി. പിന്നെ ചായ എല്ലാം കുടിച്ചിട്ട് നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് പോയിട്ട്. അത്രയേ ഉള്ളൂ വീഡിയോ.